ജീവന്റെ തുടിപ്പുണ്ടോ എന്നുള്ള പരിശോധനയിൽ NDR സംഘം വ്യാപൃതരാണ്. എസ് വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, ഇതിൽ ഈ തെർമൽ സ്കാനിംഗ് എന്ന് പറയുമ്പോൾ അത് ജീവൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അത് മനുഷ്യജീവനാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സിഗ്നൽ ബ്രീത്തിങ് സിഗ്നൽ ആണ് എന്ന് പറയുന്നു, ശ്വാസം എടുക്കുന്നതിന്റെ സിഗ്നൽ. അതായത് ജീവനുള്ള എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയായി ഈ ഘട്ടത്തിൽ നമുക്കത് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ വിജയകുമാർ? അനുജ, ഇന്ന് രാവിലെ നമ്മൾ 7 മണിക്ക് ഒരു വിവരം ആ സമയത്ത് നൽകിയിരുന്നു. അത് ഈ ജില്ലാ ഭരണകൂടത്തിനുണ്ട്, വയനാട് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടിയും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടിയും സർവേ നടത്തുന്ന ഒരു സംഘം, ഒരു ഡ്രോൺ സർവേ നടത്തുന്ന ഒരു സംഘം ഉണ്ട്. അവർക്ക് ഒരു ചുമതല നൽകിയിരിക്കുകയാണ്, അവർക്ക് കരാർ നൽകിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. അവർ നടത്തിയ സർവേയുടെ വിവരങ്ങൾ ആ ഘട്ടത്തിൽ നമ്മൾ നൽകിയിരുന്നു. അതിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് സജീവ മനുഷ്യ സാന്നിധ്യമില്ല എന്നായിരുന്നു അവർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. അതായത് ഇത് തന്നെയാണ് ഈ ശരീരോഷ്മാവ് അടക്കം അത് രജിസ്റ്റർ ചെയ്യുന്ന ഡ്രോൺ പരിശോധനയാണ് അവർ നടത്തുന്നത്. അവർ ഈ മണ്ണിനടിയിൽ ഇത്ര മീറ്റർ ആഴത്തിൽ മനുഷ്യൻ്റെ സജീവമായ എന്ന് വെച്ചാൽ ജീവനോടെയുള്ള സാന്നിധ്യമില്ല എന്നായിരുന്നു അവർ വിലയിരുത്തിയത്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അവർ നടത്തിയ മേഖലയിൽ അത്തരമൊരു സർവേ അവിടെ അത്തരമൊരു റിസൾട്ട് അവർക്ക് കിട്ടിയിരുന്നില്ല എന്ന് ഇന്നലെയായിരുന്നു അവർ അവിടെ പഠനം നടത്തിയത്. ഇന്ന് വീണ്ടും ആ മേഖലയിൽ അവർ ശരിക്കും ജിയോ മാപ്പിങ്ങും ഒപ്പം ഈ തെർമൽ സ്കാനിങ് രണ്ടും നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും ആ ഭാഗത്ത് അവരുണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് ആ സർവേ നടത്തിയ ഏജൻസിയിലെ ആ സർവേ നടത്തുന്ന വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലത്തെ ആ പരിശോധനയുടെ റിസൾട്ട്, അതിൻ്റെ തെർമൽ ഇമേജ്, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ ചില ഏരിയൽ വിഷ്വൽ നൽകുന്നുണ്ടെന്നാണ്. ഞാൻ നേരത്തെ അത് നൽകിയിരുന്നു. അവർ പറഞ്ഞത് ഇന്നും അവർ ആ ഭാഗത്ത് പരിശോധന തരുന്നു. അലൈവ് എന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് ആ ഭാഗത്തുള്ളതായി അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. അവരത് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ പഠനത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ കുറെ കൂടി ആധുനിക സംവിധാനങ്ങൾ, റഡാർ ഉപയോഗിച്ച് നടത്തുന്ന പഠനമായിരിക്കും. അതിൽ കുറെ കൂടി ഡീപ്പിൽ എന്തെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ അവർക്ക് പക്ഷേ ആർമിയുടെ സംവിധാനം അനുസരിച്ച് കണ്ടുപിടിക്കാൻ കഴിയുമായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഡ്രോൺ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്ന് ഈ മേഖലയിലേക്ക് പോകുന്നുണ്ട്. നാളെ ആയിരിക്കും അവരുടെ പരിശോധന തുടങ്ങുക എന്നാണ് ഇന്ദ്രപാലൻ സാർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ ആ ഏജൻസിയുടെ പഠനം ഇവിടെ നടക്കുമായിരിക്കും. അതും ഇത് തന്നെയാണ്, തെർമൽ സ്കാൻ തന്നെയാണ് അവരും ചെയ്യുന്നത്. അത്തരം ജീവ സാന്നിധ്യത്തെ കണ്ടെത്തലാണ് അതിലും നടക്കുന്നത്. അപ്പോൾ ആ പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു സ്പോട്ടിൽ ജീവൻ്റെ തുടിപ്പ്, അതിൻ്റെ ഒരു കിരണം കണ്ടെത്തിയാൽ അവിടെ പരിശോധിക്കുക, സംശയം അതിൽ വ്യക്തത വരുത്തുക എന്നതാണ് ഇതിൽ ആർമിയും എല്ലാ ഏജൻസികളും ചെയ്യുന്നത്. ഇവിടെയും അതുതന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഏജൻസി കണ്ടെത്തുകയും വേറൊരു ഏജൻസിക്ക് കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിലും വലിയ അത്ഭുതമില്ല എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. കാരണം ഒരു വിശാലമായ ഭൂപ്രദേശത്ത് അതിൽ വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കാം ഈ ഡ്രോണിൻ്റെ സെർച്ച് നടക്കുക. അത്തരം സെർച്ച് നടക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന തെർമൽ സ്കാൻ അതിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അതിൽ അത്തരം ഈ ശരീരോഷ്മാവ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഭാഗത്ത് വേറൊരു ഡ്രോൺ പരിശോധന നടത്തണമെന്നില്ല, അത് വേറൊരു റൂട്ടിലായിരിക്കും പോവുക. ചെറിയ പ്രദേശമാണെങ്കിൽ അവിടെ ഒരേ റിസൾട്ട് വരും. പക്ഷേ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളാണ് എങ്കിൽ അതിൽ പല ഭാഗങ്ങളിലും പല തരത്തിലായിരിക്കാം റിസൾട്ട് വരിക. അതുകൊണ്ട് ആർമിയുടെ റിസൾട്ടിനെ തള്ളിക്കളയേണ്ടതില്ല, അവിടെ പരിശോധന നടക്കട്ടെ എന്നാണ് അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ 4ാം ദിവസം എന്ന് പറയുമ്പോഴും ഈ ഭൂകമ്പത്തിനൊക്കെ ബാധിത മേഖലകളിൽ 5 ദിവസവും 6 ദിവസവും ശേഷവും ഗുരുതരമായ പരിക്കുകളോടെ ആളുകളെ പുറത്തെടുക്കുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ ലത്തൂരടക്കമുള്ള ഭൂകമ്പ ബാധിത മേഖലകളിൽ മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം അത്ഭുതങ്ങൾ തള്ളിക്കളയാവതല്ല, അത് എത്രയും വേഗം അതിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് കരുതാം. അതിൽ ഏറ്റവും പ്രധാനം ഇതുതന്നെയാണ്, ജീവൻ്റെ ചെറിയ സ്പന്ദനമെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ ഇത്തരം റഡാറുകൾക്ക് കുറെ കൂടി നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഈ തെർമൽ സ്കാൻ ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടി ഡീപ്പിലേക്ക് പരിശോധന നടത്താൻ ശേഷിയുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ നമ്മുടെ സേനാ വിഭാഗം